ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറത്തറ ആവാലി റിസോർട്ടിലാണ്. ഇത് ബാണസുരൻ്റെ അവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആ റിസോർട്ടിലാണ്. അപ്പോൾ റിസോർട്ടിൽ ഞങ്ങൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ അപ്പോൾ ആ റിസോർട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു ഊഞ്ഞാലുണ്ട്. ഞങ്ങൾ ആ ഊഞ്ഞാലൊക്കെ കളിച്ചു കേട്ടോ. അപ്പോൾ നല്ല രസം, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ചിലവർക്കൊന്നും ചിലപ്പോൾ അത് വലിയ ഇതൊന്നും ഇല്ലെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് തോന്നിയത്. കാരണം ചെടികളുള്ള സ്ഥലത്തൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു റിസോർട്ടും കൂടെ ഉണ്ട്. റോയൽ വുഡ് എന്ന് പറഞ്ഞ റിസോർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത് എല്ലാം ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. അതുതന്നെ കാറ് പാർക്ക് ചെയ്യാനും ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ റൂമെന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് കയറി പോകുന്ന ഫസ്റ്റത്തെ റൂമാണ്. അപ്പോൾ ഞങ്ങൾ റൂമെല്ലാം കാണിച്ചു തരാം. ഇതാണ് ഗായ്സ് ഞങ്ങളുടെ റൂം. അവിടെ ടീപ്പോ ഉണ്ട്, അതേപോലെ കസേരയുണ്ട്, പിന്നെ ചെറിയൊരു കബോർഡും ഉണ്ട്. അതേപോലെ തന്നെ നല്ല ബെഡ്, നല്ല സ്പോഞ്ച് പോലത്തെ ബെഡ് കാര്യങ്ങളൊക്കെയാണ്. ഫാനുണ്ട്. പിന്നെ നല്ല നമ്മുടെ വയനാട്ടുകാർക്ക് അത്രയും ചൂടൊന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇതാണ് ഗായ്സ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ റൂം ഇതാണ്ട് മേലെയാണ്. ഈ വഴി കൂടെയാണ്, ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം മേലേക്ക് കയറാൻ. ഇതാണ് ഞങ്ങളുടെ റൂം. വളരെ നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതേപോലെ ഞങ്ങളുടെ കുട്ടൂനെയും സുട്ടൂനെയും കൊണ്ടുവന്നു. കുട്ടും സുട്ടും ഉണ്ട് ഇവിടെ. വീട്ടിൽ ഒറ്റയ്ക്കിരുത്തി വെക്കാനൊരു പേടി. കുട്ടും സുട്ടും പാവല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കുട്ടൂനെയും സുട്ടൂനെയും കൂട്ടി. ഇതാണ് ഗായ്സ് ഞങ്ങളുടെ റൂം. റൂമിൻ്റെ ഉള്ളിൽ കുഞ്ഞും കിടക്കുന്നുണ്ട്. അതേപോലെ ടീപ്പോയുണ്ട്. ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വെക്കാനും വേസ്റ്റ് കളയാനും ഉള്ള ഇതുണ്ട്, സംഭവമുണ്ട്. പിന്നെ അതേപോലെ ബാത്റൂമൊക്കെ നല്ല ഫ്രഷ് ബാത്റൂമാണ്. ഒരു സ്മെല്ലും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫ്രഷ് ബാത്റൂമാണ്. അതേപോലെ ഹോട്ട് വാട്ടറും എല്ലാം തന്നെ കിട്ടും. ഇന്ന സമയമുണ്ട്. രാവിലെ 8:30 തൊട്ട് 9:30 വരെയാണ്. രാത്രി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പൂളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പൂളിനകത്തൊക്കെ കയറി കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് ഞങ്ങളുടെ കുട്ടും സുട്ടും ഇതാണ്ട് അവിടെ കുത്തിയിരിക്കുന്നുണ്ട്. അവർക്ക് വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കും പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി, ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ പൂളിലേക്ക് ഇറങ്ങണമെങ്കിൽ കൊച്ചിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് കൊച്ചിന് വേണ്ടിയിട്ടൊരു പിള്ളേർക്കുള്ളൊരു ഇതുണ്ടല്ലോ, എന്താ അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ആദ്യം തന്നെ ഞാനൊന്ന് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. അയ്യോ, അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡാണെങ്കിൽ ഭയങ്കര നീന്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അയ്യോ, എനിക്കാണെങ്കിൽ കൊതിയായിട്ട് വയ്യായിരുന്നു നീന്താനൊക്കെ. പക്ഷെ എന്ത് ചെയ്യാം, നീന്താൻ അറിയത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കുളിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു. കൊച്ചിനെ എത്ര വിളിച്ചിട്ടും കൊച്ച് വരുന്നില്ല. അവൾക്ക് ഭയങ്കര പേടി. അപ്പോൾ കൂടുതൽ കാര്യം നമുക്കറിഞ്ഞാലോ അല്ലേ? നിങ്ങൾ തന്നെ കണ്ടോളൂ. ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടോളൂ.
ഫ്രഷായി. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. ഓക്കേ. അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ കയറിയത്. ബാണാസുര ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങളവിടെ എന്തൊക്കെ ഫുഡ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. കാരണം ഇപ്പം തന്നെ സമയം 4 മണിയൊക്കെ ആയി. ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നാമത് വെള്ളത്തിൽ മീൻ കിടക്കുന്നതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഹോട്ടൽ ബാണാസുര അവിടെ കയറി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഫുഡ് കഴിയാതെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് ഒന്ന് മന്തിയും ഫ്രൈഡ് റൈസ്, എഗ്ഗിൻ്റെ ഫ്രൈഡ് റൈസാണ്. കൊച്ചിനെ അങ്ങനെ മേടിച്ചില്ല, കൊച്ചിൻ്റെ കേക്ക് മേടിച്ചു. ഞങ്ങൾ 2 പേര് മേടിച്ചതിൻ്റേത് ചോറിട്ട് കൊടുക്കാനാണ് വെച്ചത്. വിശപ്പ് കൊണ്ടോന്നൊന്നും അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളത് ഫുള്ളും ഫിനിഷാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ്, എല്ലാത്തിനും നന്നായിട്ട് ഫുഡ് കഴിച്ചു. നമുക്ക് വിശപ്പും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഫുഡിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത്ര വിശപ്പ് കൂടുതലും ഉണ്ടാകുമ്പോൾ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ റിസോർട്ടിലേക്ക് തന്നെ പിന്നെയും വന്നു. അവിടെ പോയിട്ട് ഞങ്ങൾ ഒന്ന് ബാഗെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ വന്നു. ഇവിടെ സ്വിമ്മിംഗ് പൂള് മാത്രമല്ല, അതേപോലെ തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോം തിയേറ്ററുണ്ട്, അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പോലെ. അത്ര ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എല്ലാ ഇതുണ്ട്. അതേപോലെ കളിക്കാനുള്ള ക്യാരംസ്, എന്താ അതിൻ്റെ പേര്, അതന്നെ, അതൊക്കെയുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ്. അതിന് ഇത്രയും ഫെസിലിറ്റീസ് നമുക്ക് തരികയെന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പുറമേ നിന്നൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 5000-4000 ഒക്കെ രൂപയാണ്. പക്ഷേ ഇവിടെ ഞാൻ പ്രൈസ് പറയുന്നില്ല, കാരണം അതിനേക്കാളും ഏറ്റവും ചെറിയ എമൗണ്ടാണ് ഇവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം ഇതിനകത്തൊന്നും എനിക്ക് കയറി ചാടാൻ പറ്റില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഞാൻ അവളെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയെന്നേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്, പറയുന്ന പോലെ ഒന്നുമല്ല. കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത് തന്നെ. അതേപോലെ കൊച്ചിന് കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതും പോരാഞ്ഞിട്ട് കൊച്ചിന് ഇങ്ങനെ കളിക്കുന്ന കുതിരയാണെന്ന് തോന്നുന്നു, കുതിരയും പിന്നെ ഇതിൻ്റെ പേരെന്തെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതിനകത്ത് ഞാൻ കയറി. അതിനകത്തും എനിക്ക് കയറാൻ പാടില്ല, എന്നിട്ടും ഞാൻ കയറി. ആരോടും പറയരുത് കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അയ്യോ, പിന്നെ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ നാളെ വെക്കേറ്റ് ചെയ്ത് പോവല്ലേ എന്ന് ആലോചിക്കുമ്പോഴാണ്. അതാണ് ഭയങ്കര സങ്കടം. അതും പിന്നെ താഴേക്ക് വരുമ്പോൾ ഉണ്ടാവും. താഴേക്ക് വരുമ്പോൾ ടെന്നീസ് കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ കയറിയില്ല, കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ച് നേരം വൈകി. അപ്പോൾ എല്ലാം കാണാനൊന്നും പറ്റിയില്ല. അതേപോലെ ഇത് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അടുക്കളയാണ്. ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ കിച്ചണാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. അതും അല്ലെങ്കിൽ അവിടെ അടുത്ത് തന്നെ ഹോട്ടലുണ്ട്, അവർ പറഞ്ഞ് ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിത്തരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇതിനകത്ത് മെയിൻ പറയേണ്ടത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എവിടെ ചെന്നാലും നമ്മൾ നോക്കുന്നത് ഒന്ന് ബാത്റൂമാണ്. ബാത്റൂം, ബെഡ്റൂം, അടുക്കള, ഇത് 3 ഫ്രഷ് ആണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനു പേടിക്കണം, അല്ലേ?
അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ റിസോർട്ടിൽ താമസിക്കുന്നത് ആദ്യമായിട്ടാണ്. അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാം. ഒറ്റയ്ക്ക് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമുക്ക് തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്യാം. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല എൻജോയ്മെൻറ്റ് ആയിരുന്നു ഗൈസ്. ഇനി അടുത്ത വീഡിയോ നാളെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.